ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു ബുക്ക് ബൈൻഡിങ് ചെയ്യണമെന്ന് കാണിക്കുന്ന വീഡിയോ ആണ്. ആദ്യം നമുക്ക് മെറ്റീരിയൽ പറയാം. സ്ട്രാപ്പിൽ സിസർ, പിന്നെ നമുക്ക് വേണ്ടത് മെയിനാണ് ബുക്ക് ബൈൻഡ് ചെയ്യാനുള്ള റോൾ. അപ്പം നമുക്ക് ആദ്യം എങ്ങനെയാണ് ബൈൻഡ് ചെയ്യുന്നത് പോവാം. ഫസ്റ്റ് നമുക്ക് തന്നെ ഒരു ബുക്കിനെ എടുത്തിട്ടുണ്ട്. ആ ബുക്കിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള എത്രയാണോ ബൈൻഡ് ചെയ്യാനുള്ള പേപ്പർ വേണ്ടത് അത്രയും നമ്മൾ എടുക്കാം. ഫസ്റ്റ് നമ്മൾ ബുക്ക് വെച്ച് അളന്ന് നോക്കണം. നിങ്ങൾ ഇങ്ങനെ നേരി വയ്ക്കുന്ന കാര്യം ലാഭിക്കാൻ നമുക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ച് വെച്ചിരുന്നാൽ കൊള്ളായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഈ ബൈൻഡ് ചെയ്യേണ്ട റോളിൻ്റെ ഇങ്ങോട്ടാണ്. നിങ്ങൾ ബൈൻഡ് ചെയ്യണത് ചെറിയ ബൈൻഡാണെങ്കിൽ നമുക്ക് നേരെ വയ്ക്കാമെന്നാണ്. ഇതിനെ ചരിച്ചാണ് വയ്ക്കുന്നത്. ഇനി നമുക്ക് അളവെടുക്കാം. അപ്പോൾ ഇവിടെ ഇത്രയും സൈഡും അവിടെ എനിക്ക് വീഡിയോ കാണാൻ പറ്റുന്നില്ല എന്നറിയാം. നിങ്ങൾക്ക് അത് എൻ്റെ വീഡിയോയിൽ അത്രേ തരാനുള്ളൂ, സോറി. അപ്പം നമുക്ക് ഈ സൈഡിൽ അളവ് നിങ്ങൾക്കറിയാമല്ലോ, ഇതേപോലെ തന്നെ ഇവിടെയും കാണുമായിരിക്കും. ഇത്രയും ബൈൻഡ് വലുതായിട്ട് വാങ്ങുന്നവർക്ക്, ചെറുതായിട്ട് വാങ്ങുന്നവർക്ക് നേരെ വെക്കേണ്ടി വരും. അപ്പം ഞാൻ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് പൊതിയാളെന്ന് നോക്കാം. അതിന് മുമ്പായി നമ്മൾ ഇവിടെ ഈ സൈഡും ഈ ബുക്കിൻ്റെ നടുക്കുള്ള ആ ബൈൻഡ് അവിടെയും നമ്മൾ എന്ത് ചെയ്യണം, അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും നമ്മൾ കട്ട് ചെയ്യണം. അപ്പം നമ്മളവിടെ കട്ട് ചെയ്തു, ഇതൊക്കെ ഉണ്ടില്ലേ, അതേപോലെ അവിടെയും നമ്മൾ കട്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇനി ബുക്ക് ബൈൻഡ് ചെയ്യാൻ എങ്ങനെയാണെന്ന് പറയുന്നത് നോക്കുക. ആദ്യം തന്നെ നിങ്ങൾ ബുക്ക് ബൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ സൈഡൊന്നും മടക്കി നോക്കണം. എന്നുവെച്ചാൽ മടക്കി ഇങ്ങനെ ഇങ്ങനെ കത്രികയോ അത് ലാസ്റ്റ് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു സമയം ഇങ്ങനെ ഒന്ന് മടക്കണം. കണ്ടില്ലേ, ഇതേപോലെയാണ്. ഇതേപോലെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയ ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗമില്ലേ അവിടെ നിന്ന് അകത്തോട്ട് കട്ട് ചെയ്യണം. ചിലവർ അത് കട്ട് ചെയ്ത് കളയും, പക്ഷെ അങ്ങനെ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. അത് മടക്കി വെച്ചിരുന്നാൽ മതി. കട്ട് ചെയ്ത് കളഞ്ഞാൽ അത് ഒരു കട്ടി ഇല്ലാതായിപ്പോൾ, അതുകൊണ്ട് നമ്മൾ കട്ടിക്ക് അത് വെക്കുന്നത് നല്ലത്. ചിലവർ ഈ ബുക്കിൻ്റെ അകത്തു കൂടെ ഇങ്ങനെ വെക്കും, അതും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതേപോലെ അവിടെയും മടക്കി ഇവിടെയും മടക്കി. ഇനി നമുക്ക് അകത്ത് ഇപ്പുറത്തെ സൈഡുള്ളത് മടക്കാം. മടക്കിയിട്ട് അതേപോലെ വീണ്ടും അകത്തോട്ട് മടക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഈ സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ടാണ് ഇതേപോലെ തന്നെ അവിടെയും. അപ്പം നമുക്കിത് ഈ സൈഡ് നല്ല മടക്കം, നല്ല കൈവശം ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം. കാര്യം ചിലപ്പോൾ നമ്മൾ നൂന്ന് പോകാൻ സാധ്യതയുണ്ട്. നൂന്ന് പോകാതിരിക്കാൻ നമ്മൾ സ്ട്രാപ്പിൽ അടിക്കും അവസാനം. എൻ്റെ കയ്യിൽ നെയിൽ സ്ലിപ്പ് ഇല്ലായിരുന്നു, അതും കൂടെ ഒട്ടിച്ച് കാണിക്കായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ നെയിൽ സ്ലിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒട്ടിക്കുന്നില്ല. നിങ്ങൾക്ക് പിന്നീട് ഒട്ടിച്ചാൽ മതി. ഇത് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ബൈൻഡ് ചെയ്യാൻ ചിലവർക്ക് അറിഞ്ഞൂടെയിരിക്കും, അവർക്ക് ഞാൻ തന്നേണ് കേട്ടോ. ഈ ഐഡിയയിലല്ല, നിങ്ങളുടെ അമ്മമാരുടെ ചോദിച്ചാൽ ഏത് ഐഡിയ വരെ ചെയ്താൽ. ഇതിപ്പോൾ ഞാൻ പൊതിയുന്ന ഒരു ഐഡിയയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ആ അപ്പുറത്തെ സൈഡിൽ മടക്കി കണക്ക് തന്നെ ഈ ഇവിടെയും നമ്മൾ മടക്കണം. അങ്ങനെ മടക്കിയതിന് ശേഷം നമ്മളത് നല്ല കൈ വെച്ച് ഇങ്ങനെ തേച്ച് കൊടുക്കണം. അപ്പോഴത്തേക്ക് അതിങ്ങനെ നൂരത്തില്ല. നമ്മൾ വീണ്ടും അതേപോലെ അപ്പുറത്തെ സൈഡ് ഇങ്ങനെ മടക്കണം. ഇങ്ങനെ ഒന്ന് കൈ വെച്ച് പ്രസ് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് ആ സൈഡ് ഈ സൈഡും എന്തായി റെഡിയായി. ഇനിയുള്ളത് നമ്മുടെ ഏത് സൈഡാണ്, ഇനി നമ്മൾ എല്ലാം ഒന്ന് നോക്കണം, അത് ഇളവി പോകുന്നില്ലോ എന്ന് നോക്കണം. ഇനി നമ്മൾ കത്രി വെച്ച്, ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണം. അതാകുമ്പോൾ അവിടെ ഇരിക്കും. അതാകുമ്പോൾ ബുക്കിനൊരു ഫിനിഷിങ്ങും കിട്ടും. ഇനി അതിന് ശേഷം നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ ഒന്ന് തുറന്ന് എല്ലാം നോക്കണം.
ഇനി വേണം നമ്മൾ സ്ട്രാപ്പിൽ അടിക്കേണ്ടത്. ഞാനിവിടെ സ്ട്രാപ്പിൽ അടിക്കുന്ന ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പം കണ്ടോ ആ ബുക്കിനൊരു ഒരു ഫിനിഷിങ് വന്നത്. ഇനി നമ്മൾ എല്ലാ സൈഡിലും അടിക്കണം. നമ്മൾ അത് നൂന്ന് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒന്ന് നോക്കണം. അറിയാലോ, 4 സൈഡ് അല്ലെങ്കിൽ 5 സൈഡ്. ഇപ്പോൾ കണ്ടോ നമ്മുടെ ബുക്ക് ആ 3 പോയിന്റ് 2 സ്ഥലവും നമ്മളിങ്ങനെ ഒരുമിച്ച് വെച്ചായിരിക്കണം അടിക്കേണ്ടത്. നമ്മൾ ആ മടക്കിയ സ്ഥലത്തും അത് എല്ലാ 2 മൂലയിലും കാണും. അത് നമ്മൾ അടിക്കണം. പിന്നെ ഇവിടെ അടിക്കുന്നത് നമ്മൾ മടക്കി വെച്ച് 3 പോകാതിരിക്കാനാണ്. അതേപോലെ അപ്പുറത്തെ സൈഡും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബുക്ക് ബൈൻഡിങ്. കണ്ടോ ഞാൻ സ്ട്രാപ്പിൽ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബുക്ക് ബൈൻഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.